കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നീതു എന്ന് വിളിച്ച് രേഷ്മ നീതുവിന്റെ വീടിനകത്തേക്ക് കയറുമ്പോഴേക്കും നീതുവിന്റെ അമ്മ അവളെ കണ്ട് എന്താ രേഷ്മ വന്നയുടനെ നീതുവിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാൻ രേഷ്മയും പറയുന്നുണ്ട് നീതുവിനെ കാണാൻ അവളുടെ ഒരു ഫ്രണ്ട് വന്നു എന്ന്. സംശയത്തോടെ നീതുവിന്റെ അമ്മയും ഫ്രണ്ടോ ആരെന്ന് ചോദിക്കേ അത് ഹരിത എന്നാ പറഞ്ഞു എന്ന് രേഷ്മയും. നീതു അമ്മ നീട്ടി വിളിക്കുമ്പോഴേക്കും നീതു അങ്ങോട്ട് വരുന്നുണ്ട്. ഏതാടി നിന്റെ ഫ്രണ്ട് ഹരിത എന്നമ്മ ചോദിക്കേ. നീതു സംശയത്തോടെ രേഷ്മയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഹരിതയല്ലെന്ന് ആംഗ്യം കാണിക്കുകയാ. കാര്യം മനസ്സിലാക്കി നീതുവും ഹരിത കോളേജിലെ കുട്ടിയാ. എവിടെയാ രേഷ്മയെന്ന് നീതു ചോദിക്കേ. എന്തോ തിരക്കുണ്ടെന്നും പുറത്ത് വണ്ടിയിൽ ഇരിക്കുകയാണെന്നും രേഷ്മ പറയുന്നുണ്ട്. അവൾക്ക് എന്താ ഇങ്ങോട്ട് വന്നാലെന്ന് സംശയത്തോടെ നീതുവിന്റെ അമ്മ വീണ്ടും ചോദിക്കുക. കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാ, അതാ ഇറങ്ങാതെന്ന് നീതുവും. സ്വാധീനമില്ലാതെയോ, എന്നാ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ശരി, കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നീതു രേഷ്മയുടെ കൂടെ പുറത്തിറങ്ങി പോവുകയാണ്. ഒരുമിച്ച് നടക്കുന്നതിനിടയിൽ നീതു രേഷ്മയ്ക്ക് താങ്ക്സ് പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും ഹരീഷിന്റെ വണ്ടി കുറച്ചു ദൂരേക്ക് മാറ്റിയിടുന്നുണ്ട്. ഹരീഷും പുറകെ ചെന്ന് അതെ എങ്ങോട്ടായി പോണേന്ന് ചോദിക്കേ. എടാ ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മാറി നിൽക്കുന്നതാ നല്ലത് എന്ന് സുധീഷ് പറയുന്നതിനിടയിലാണ് നീതു അങ്ങോട്ട് നടന്നു വരുന്നത് കാണുന്നത്. ഓപ്പറേഷൻ സക്സസ് ദേ നോക്കിയേ എന്ന് പറഞ്ഞവൻ ഹരീഷിനെ നീതുവിനെ കാണിച്ചു കൊടുക്കുക. ഹരീഷ് നീതുവിനെ ഉറക്കെ വിളിക്കുമ്പോഴേക്കും നീതു സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാ. ഹരീഷ് എന്താ ഇവിടെ നിന്ന് നീതു ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കാണാൻ വന്നതാ, നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഹരീഷും ചോദിക്കുക. ഇല്ലെന്ന് പറഞ്ഞ് അവരെ നോക്കി നിൽക്കുന്ന സുധീഷിനെ ശ്രദ്ധിച്ച് നീ എന്താ ചേട്ടനെയും കൂട്ടി വന്നേന്ന് അവൾ ചോദിക്കുക. അത് കേൾക്കെ സുധീഷും ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ നിന്റെ കാമുകൻ വന്ന വഴി അങ്ങ് തിരിച്ചു പോയനെ. ഞാൻ വന്നതുകൊണ്ടാ ആ കുട്ടി അകത്തു വന്നാൽ തന്നെ വിളിച്ചോണ്ട് വന്നത് എന്ന് സുധീഷ് പറയേ. ആണോ, ചെയ്ത ഉപകാരത്തിന് നന്ദി. എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് മാറി നിന്നാ കുഴപ്പമില്ലല്ലോ എന്നവൾ ചോദിക്കേ. സുധീഷും ഒരു ചിരിയോടെ ഓ പേഴ്സണൽ, ശരി ശരി സംസാരിച്ചിട്ട് വേഗം വാട്ടാ എന്ന് ഹരീഷിനോടായി പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് മാറിപ്പോവുകയാ. ഹരീഷും നീതുവിനോടായി എടി നിന്നെ വീട്ടുകാർ തല്ലിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കേ. നീതു പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചത്ത് ചാഞ്ഞു കിടക്കയാ. ഹരീഷും പരിഭ്രമത്തോടെ എടി ആളുകൾ കാണുമെന്ന് പറയുകയാ. കാണുന്നവര് കാണട്ടെ, എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്തു. ഒന്ന് വിളിക്കാൻ ഫോൺ പോലും ഇല്ലാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ? ചത്താലൊന്നു പോലും തോന്നിപ്പോയി എന്നവൾ പറയുന്നത് കേൾക്കെ. എടി പൊട്ടി, വേണ്ടാത്തതൊന്നും പറയില്ലേ നീ എന്ന് ഹരീഷും. നീ ഇന്ന് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ എന്നവന്റെ നെഞ്ചത്ത് ചാഞ്ഞു കിടന്നുകൊണ്ട് നീതു പറയുകയാ. അപ്പോഴാണ് റോഡിലൂടെ വന്ന് വീട്ടിലേക്കുള്ള വഴിയെ വണ്ടി തിരിക്കാൻ തുടങ്ങിയ അഖിൽ അവരെ കാണുന്നത്. ഹരീഷിനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചത്ത് ചാഞ്ഞു നിൽക്കുന്ന നീതുവിനെ കാണേ അവനും വണ്ടി നിർത്തി ഇറങ്ങി എടിയെന്ന് വിളിച്ച് ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. നീതുവും ഹരീഷും പരിഭ്രമത്തോടെ നോക്കുമ്പോഴേക്കും അഖിലങ്ങോട്ട് വന്ന് അവളുടെ കവിള് താഞ്ഞടിക്കുകയാണ്. അപ്പുറത്ത് മാറി നിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹരീഷും ദേഷ്യത്തോടെ എടാ എന്തിനാടാ അടിക്കണേ എന്ന് ചോദിക്കേ. നീ മിണ്ടിപ്പോരുത്, എന്റെ പേങ്ങളെ എന്തു വേണമെന്ന് എനിക്കറിയാം എന്ന് അവന് നേരെ വിരൽ ചൂണ്ടി അഖിൽ പറയുന്നുണ്ട്. സുധീഷും അങ്ങോട്ട് ഓടി ചെല്ലുകയാ. റോഡിൽ നിന്ന് പ്രേമം കളിച്ച് നാണം കെടുത്തു മല്ലേടി എന്ന് ചോദിച്ച് അഖിൽ വീണ്ടും അവളുടെ കവിള് താഞ്ഞടിക്കുക. ഹരീഷ് അവന് നേരെ വിരൽ ചൂണ്ടുമ്പോഴേക്കും സുധീഷ് ഓടി വന്ന് ഹരീഷിനെ പിടിച്ചു മാറ്റുകയാണ്. അഖിലും നീതുവിന്റെ കയ്യിൽ പിടുത്തമിട്ട് വാടി ഇങ്ങോട്ട്, നിന്നോട് പുറത്തിറങ്ങരുത് നല്ലടി പറഞ്ഞത്, നടക്കെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഹരീഷും വെപ്രാളത്തോടെ സുധീഷേട്ടാ അവള് എന്ന് പറയേ. പോട്ടെ സാരമില്ല, പ്രേമത്തിന് വേണ്ടി ഒരു അടിയൊക്കെ വാങ്ങുന്നത് നല്ലതാ, പിന്നല്ലാതെ റോഡിൽ നിന്ന് ഒരുത്തന്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ച ആർക്കായാലും ദേഷ്യം വരില്ലേ എന്ന് സുധീഷ് ചോദിക്കാൻ. അത് ഞാൻ എന്ന് ഹരീഷ് പറയുന്നുണ്ടെങ്കിലും അത് വിട് നീ വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുന്നുണ്ട്. അവരവളെ എന്നവൻ പരിഭ്രമത്തോടെ പറയാൻ. എടാ പേടിക്കാതിരിക്കെ, കൊല്ലൊന്നും ഇല്ലല്ലോ, വാ എന്ന് പറഞ്ഞ് ഹരീഷിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാ സുധീഷും. അഖിലും നീതുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കസേരയിലേക്ക് തള്ളി വീഴ്ത്തുമ്പോഴേക്കും ബഹളം കേട്ട് അങ്ങോട്ട് വന്ന അച്ഛനും എടാ എന്തിനാടാ നീ ഇപ്പൊ അവളെ തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും വെപ്രാളത്തോടെ അമ്മയും അങ്ങോട്ട് ഓടി വന്ന് അയ്യോ എന്താടാ എന്ന് ചോദിക്കേ. പുന്നാര മോളില്ലേ, അവളോട് തന്നെ ചോദിക്കുന്ന ദേഷ്യത്തോടെ അഖിലും. നീ ഇതൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ മുഖം തിരിച്ചിരിക്കുമ്പോഴേക്കും ഇവളോട് ഞാൻ പുറത്തു പോകരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ പോയത് എന്നെങ്കിൽ അമ്മയോടായി ചോദിക്കുന്നുണ്ട്. ആ രേഷ്മ വന്ന് വിളിച്ചപ്പോ പോയതാ, ഇവളുടെ ഏതോ കൂട്ടുകാരി കാലുവയ്യാതെ വണ്ടിയിലിരിപ്പുണ്ട്, കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ എന്നമ്മ പറയേ. ആരോ വന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അവളുടെ കൂടെ പറഞ്ഞു വിടുവല്ലേ, ഇവളുടെ ഫ്രണ്ടിന്റെ കാലല്ല വയ്യാത്തത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് ദേഷ്യത്തോടെ അഖിലും. തെളിച്ചു പറയടാ എന്ന് അച്ഛൻ പറയേ. ആ ഹരീഷും അവന്റെ ചേട്ടനുമായിരുന്നു പുറത്ത്, നിങ്ങൾ അവരെ കാണാനാ ഇവളെ പറഞ്ഞു വിട്ടേന്നെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പെറ്റ് വയറിനെ പറ്റിക്കുന്നു മൂദേവി എന്ന് പറഞ്ഞ് അമ്മ അവളെ അടിക്കാനായി തുടങ്ങുകയാണ്. അത് കണ്ട് അച്ഛനും അമ്മയോട് നിർത്താനായി ഒച്ചവെച്ച് എന്തേലും ചോദിക്കാനാണെങ്കിൽ ആദ്യം വാ തുറന്ന് ചോദിക്കുക, അപ്പോഴേക്കും തല്ലാൻ തുടങ്ങല്ല വേണ്ടത്, ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് നീതുവിനോടായി. ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞതല്ലേ മോളെ, ഇനിയും നീ അവനെ കാണാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതുകൾക്ക് അഖിലും അയ്യോ പാവം മടിയിലിരുത്തി അങ്ങ് കൊഞ്ചിക്ക്, ഞാൻ വരുമ്പോ കണ്ടതെന്താന്നറിയോ,
ഇവൾ അവനെ നാട്ടുകാർ കാണാൻ നാട്ടു റോഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്നെങ്കിൽ പറയുന്നത് കേൾക്കെ അയ്യേ കെട്ടിപ്പിടിച്ച് നിൽക്കേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനാ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടിട്ട് ഞാൻ തല്ലാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നകിലും. എടി വീടിന് മുന്നിൽ വിളിച്ചു വരുത്തി വേണ്ടാതിനെ കാണിക്കുന്നോ എന്ന് ചോദിച്ചമ്മ ചൂലെടുത്ത് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടി എന്ന് പറഞ്ഞ് നീതുവിനെ അടിക്കാനായി തുടങ്ങുകയാ. നീതുവും അമ്മയെ തട്ടി മാറ്റിക്കൊണ്ട് എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ എന്നെ എത്ര അടിച്ചാലും എന്നെ കൊല്ലുന്നവരെ അടിച്ചാലും എനിക്ക് ഹരീഷിനോടുള്ള ഇഷ്ടം മാറില്ല. ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അഖിൽ വീണ്ടും അവളുടെ കവിള താഞ്ഞടിക്കുകയാ. ദേഷ്യത്തോടെ നീതുവും അവന്റെ കവിള താഞ്ഞടിക്കുകയാ. അവന് നേരെ വിരൽ ചൂണ്ടി ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ തിരിച്ചും എന്റെ കയ്യിൽ നിന്ന് കിട്ടും, പറഞ്ഞേക്കാം എന്നവൾ ഒച്ചവയ്ക്ക് അമ്മയും ഡി നിനക്ക് എന്ത് വൃത്തികേടും കാണിക്കല്ലേ, അത് ചോദിച്ചാൽ നീ തിരിച്ചടിക്കുമല്ലേ എന്ന് ചോദിച്ച് അവളെ അടിച്ചുകൊണ്ട് നിനക്ക് എത്ര വയസ്സായിടി? ഈ പ്രായത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? അത് ചോദിച്ചപ്പോൾ നീ തിരിച്ചടിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കും പ്രായമൊക്കെയായി, ഗുണദോഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കാര്യം. അതിനെന്നെ തല്ലിയ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാമെന്ന് നീതുവും. അച്ഛനും ദേഷ്യത്തോടെ നീതു ഇതിലും മേലെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ ഇല്ലയോ അത് പറയുന്ന അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഹരീഷിന്റെ കാര്യത്തിലാണെങ്കിൽ ഇല്ലച്ച, ഈ വിഷയത്തിൽ എനിക്ക് അച്ഛനെ അനുസരിക്കാൻ പറ്റില്ല എന്ന് നീതു തീർത്തു പറയുകയാണ്. അഖിലും ചോദിക്കുന്നുണ്ട് ഇവള് നിങ്ങളുടെ മകള് തന്നെയാണോ അമ്മേ? ഇവള് കാരണം ഇപ്പോ പുറത്തിറങ്ങി തലയുയർത്തി നടക്കാൻ പറ്റാണ്ടായി എന്നവൻ പറയുന്നുണ്ട്. അതുകൊണ്ടാവും പ്രായമായ പെൺകുട്ടികളെ നീ വഴിയിൽ നിർത്തി അപമാനിക്കുന്നത് അല്ലേ? നിന്റെ യോഗ്യതയൊന്നും നീ പറയണ്ടെന്ന് നീതുവും. നീതു തർക്കുത്തരം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നച്ഛൻ താക്കീതോടെ പറയേ. അവൻ എന്തും സംസാരിക്കാം, എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലേ എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും അഖിൽ വീണ്ടും അവളുടെ കവിളത്തൊന്നു കൊടുക്കുകയാ. ഞാൻ എന്ത് തെറ്റാടി ചെയ്തേ? നീ കാണിച്ച വൃത്തികേട് ചോദിച്ചതോ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. നീതു വീണ്ടും അഖിലിന്റെ കവിളത്തൊന്നുകൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെന്ത് വൃത്തികേടാ ചെയ്തേ, എന്താ ചെയ്തേ എന്ന് നീതു ദേഷ്യത്തോടെ ചോദിക്കേ. അഖിൽ അവളെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും നീതു അവനെ എതിർത്ത് അവന്റെ കൈ പിടിച്ചു വെക്കുക. അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുമ്പോഴേക്കും അച്ഛൻ വീണ്ടും നീതുവിനോടായി പറയുന്നുണ്ട്. ദേ നീതു, ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. അത് കേൾക്കെ അമ്മയും ഡി അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇത് കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. നീ ചത്തുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. ഇനി നിനക്ക് വേണ്ടി നാട്ടുകാരോട് അടി കൂടാൻ വയ്യ, ഇതിലും കൂടുതൽ നിനക്ക് വേണ്ടി നാണം കെടാനും വയ്യ എന്നമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അച്ഛൻ വീണ്ടും പറയുന്നുണ്ട്. നീതു, ചെറിയ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുന്ന പോലെ ഒരുപാട് ഞാൻ നിന്നോട് പറഞ്ഞു നോക്കി. നീ എത്ര വാശി പിടിച്ചാലും അവരുമായിട്ടുള്ള കല്യാണം ഞങ്ങൾ നടത്തി തരില്ലെന്ന് തീർത്തു പറയുകയാ. നീതുവും അതിന് നിങ്ങളോട് ഞാൻ നടത്തി തരാൻ പറഞ്ഞില്ലച്ചാ, പക്ഷേ എന്നെങ്കിലും ആരെങ്കിലും ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരീഷിന് മാത്രമായിരിക്കും തീർച്ച എന്ന് നീതുവും തീർത്തു പറയുന്നുണ്ട്. അതുവരെ നീ അവന്റെ കൂടെ കറങ്ങി നടക്കുകയായിരിക്കും അല്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഞങ്ങൾ പറയുന്നത് അനുസരിക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അല്ല ഇനി അവനെ കാണാനോ നാട്ടുകാർ കാണുകെ ഒട്ടിപ്പിടിച്ച് നടക്കാനാണോ ഭാവമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം എന്നമ്മ താക്കീതോടെ പറയുന്നത് കേൾക്കെ നീതു ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് പോയി വാതിലടയ്ക്കുകയാ. അവളൊരു ബാഗ് എടുത്ത് തന്റെ ഡ്രസ്സെല്ലാം അതിൽ വാരി നിറയ്ക്കാനായി തുടങ്ങുകയാ. നീതുവിന്റെ അമ്മയും അവളുടെ റൂമിലേക്ക് ചെന്ന് ഡോറിൽ തട്ടിക്കൊണ്ട് എടി വാതിൽ തുറക്കാൻ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും നീതു ഡോർ തുറന്ന് ആ ബാഗുമായി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ട് അച്ഛനും ഓ ബാഗും എടുത്ത് ഇറങ്ങിയോ എന്ന് ചോദിക്കെ അച്ഛനും അമ്മയും ഓപ്ഷൻ പറഞ്ഞു. എനിക്ക് ഹരീഷിനെ മറന്ന് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവര് രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നവൾ പറയുന്നത് കേൾക്കെ അഖിലും കേട്ടില്ലേ അമ്മേ അവൾ പോവാണെന്ന്. അമ്മയും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പോവാനുള്ള ധൈര്യമായ നിനക്ക്? പുറത്തു പോയി നീ എന്ത് ചെയ്യാനാ, എങ്ങനെ ജീവിക്കുമെന്നാ എന്ന് ചോദിക്കാൻ നീതുവും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോവാൻ പറഞ്ഞു, ഞാൻ പോകുന്നു, ഇനിയും നിങ്ങളുടെ തല്ലും ചവിട്ടും കൊള്ളാൻ എനിക്ക് വയ്യ എന്നവൾ പറയുന്നത് കേൾക്കെ എടി നീ എങ്ങോട്ട് പോവാ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എവിടേക്കെങ്കിലും പോയിക്കോളാം, ഇനി ഇവിടെ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യെന്ന് പറഞ്ഞ് നീതു ഇറങ്ങി പോവാൻ തുടങ്ങുകയാ. നോക്കി നിൽക്കാതെ ആ ബാഗ് വാങ്ങിക്കടിയെന്ന് അച്ഛൻ അമ്മയോട് വിളിച്ച് പറയുമ്പോഴേക്കും അമ്മ നീതുവിന്റെ കയ്യിലെ ബാഗ് പിടിച്ചു വലിക്കുക. അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിപിടിച്ച് ആ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറകെ വന്ന അച്ഛനും മോളെ നിക്ക് മോളെ അച്ഛൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറയേ നീതുവും ഒരു നിമിഷം നിന്ന് അത് കേട്ടോണ്ടാണല്ലോ ഇപ്പൊ ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ കുടുംബത്തെ പറ്റി നിനക്ക് അറിയാത്തോണ്ടാ, വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കില്ലേ എന്നച്ഛൻ പറയേ. സാരമില്ല, എന്റെ ജീവിതമല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്തായാലും നിങ്ങൾക്ക് ആ കുടുംബത്തെ പറ്റിയുള്ള അഭിപ്രായമല്ല എനിക്ക്, അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അത് ഞാൻ സഹിച്ചോളാം. ഇതുവരെ എന്നെ വളർത്തി വലുതാക്കിയതിന് വളരെ നന്ദി എന്ന് പറഞ്ഞ് നീതു പോവാൻ തുടങ്ങുമ്പോഴേക്കും നീതു എന്ന് വിളിച്ച് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് അഖിലും പറയുന്നുണ്ട് എടി നിന്നോട് അകത്തു കയറി പോവാനാ പറഞ്ഞതെന്ന്. ദേഷ്യത്തോടെ അവനെ നോക്കി ചേട്ടാ കൈ വിടറ എന്ന് പറഞ്ഞ് അവന്റെ കൈ വിടുവിച്ച് നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാനേ എനിക്ക് വയ്യ. ഹരീഷിനെ കാണാതെയും സംസാരിക്കാതെയും ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ആ പേര് കേട്ടാ നിങ്ങൾ എന്നെ ഇനിയും അടിക്കാൻ തുടങ്ങും.
ഇനി നിങ്ങളുടെ അടിയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ചത്തുപോയി എന്ന് വിചാരിച്ചോളാന്നല്ലേ അമ്മ പറഞ്ഞത്? അങ്ങനെ തന്നെ വിചാരിച്ചോ എന്ന് നീതു പറയുമ്പോഴേക്കും ബഹളം കേട്ട് ചില നാട്ടുകാരും അവിടെ കൂടാൻ തുടങ്ങിയിരുന്നു. എടി, ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നീ പോവാണെന്നല്ലേ? പോയിക്കോ, എവിടെ വേണേലും പോയി തൊലയേ എന്നമ്മ ദേഷ്യത്തോടെ പറയും. ശരി, തൊലഞ്ഞോളാം എന്ന് പറഞ്ഞ് നീതു ബാഗുമായി നടന്നു നീങ്ങുകയാ. സങ്കടത്തോടെ അച്ഛനും മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നീതു തിരിഞ്ഞു നോക്കാതെ പോവുകയാ. ഈശ്വരന്ന് സങ്കടത്തോടെ വിളിച്ച് അച്ഛൻ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അമ്മയും ദേഷ്യത്തോടെ വിളിച്ച് പറയുന്നുണ്ട്, പോടി, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി തൊലയേ, എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അപ്പൊ കാണാം എന്നമ്മ പറയുന്നത് കേൾക്കെ അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? അവളോട് പോവാൻ പറഞ്ഞത് എന്തിനാ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഞാൻ എന്റെ സാരിത്തുമ്പിൽ കെട്ടിയിടണം? പോട്ടെ, എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്റെ വയറ്റിൽ ഇങ്ങനൊന്നും പിറന്നില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. പോടി പോ എന്ന് വിളിച്ചു പറഞ്ഞ നാട്ടുകാരോടായി എന്ത് കാഴ്ച കാണാൻ നോക്കി നിൽക്കുക? നിങ്ങൾക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കേ. നാട്ടുകാർ പിരിഞ്ഞു പോകുമ്പോഴേക്കും അമ്മേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അഖിൽ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവുകയാ. അവിടെ കിളിക്കൂടിൽ നീതുവിനെ കാണാൻ പോയതറിഞ്ഞ് ഹരീഷിനെയും സുധീഷിനെയും വഴക്കു പറയുകയാ നിധി. നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് പോയത്? അത് നീതുവിനെ കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയല്ലേ ഉള്ളൂ. ഒന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടാണോ നിങ്ങള് എന്നവൾ ചോദിക്കേ. അത് സുധീഷേട്ടാ, എടത്തി പറഞ്ഞത് ശരിയാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഹരീഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എടാ, ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് എന്ന് പറയുമ്പോഴേക്കും സുഭാഷേട്ടനും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവരുടെ ടെൻഷനോടെ ഇരിപ്പ് കണ്ട് എന്താ പ്രശ്നം, എല്ലാവരും എന്താ വല്ലാതിരിക്കുന്നേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. വീണ്ടും കുഴപ്പമുണ്ടായി സുഭാഷേട്ടാ എന്ന് നികേഷ് പറയുന്നുണ്ട്. കുഴപ്പോ? എന്തു കുഴപ്പമെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. നീ ഒന്നും മിണ്ടാതിരിക്കെ നികേഷേ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് നീ എന്തിനാണ് അവന്റെ നേരെ കണ്ണൂരിട്ടുന്നു? എടാ നികേഷേ, കാര്യം പറയുന്ന സുഭാഷേട്ടൻ. ഇവര് രണ്ടുപേരും ആ നീതുവിന്റെ വീട്ടിൽ പോയി പിന്നെയും അടിയുണ്ടാക്കി എന്ന് നികേഷ് പറയുന്നതുകൾക്ക് അമ്പരപ്പൂടെ അടിയുണ്ടാക്കിയെന്നോ എന്ന് സുഭാഷേട്ടൻ. അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഹരീഷ് പറയേ. സുഭാഷേട്ടാ, ഹരീഷ് നീതുവിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അവളുടെ ബ്രദർ വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല എന്ന് സുധീഷ് പറയേ. വീണ്ടും എന്തിനാടാ അവിടെ പോയി വഴക്കുണ്ടാക്കിയത്? ഉള്ള കുഴപ്പം പോരാഞ്ഞിട്ടാണോ വീണ്ടും വഴക്കുണ്ടാക്കാനായി അവിടേക്ക് പോയതെന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്കൊന്നും പോയില്ല സുഭാഷേട്ടാ, വഴിയിൽ നിന്ന് സംസാരിച്ചതേ ഉള്ളൂ എന്ന് നിധി പറയേ. അത് ഇവനവളെ കാണണമെന്ന് പറഞ്ഞോണ്ടാ, അല്ലാതെ വഴക്കുണ്ടാക്കാൻ പോയതൊന്നുമല്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി വീണ്ടും അവിടേക്ക് തന്നെ പോണമായിരുന്നോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. ചേട്ടാ, വിളിച്ചു നോക്കാൻ ആ കുട്ടിയുടെ കയ്യിൽ ഫോണൊന്നുമില്ല. ഇത്രയും വഴക്കു കഴിഞ്ഞു പോയിട്ട് അവരവളെ എന്തേലും ചെയ്തു വെക്കുമോന്ന് ഇവനൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടി അങ്ങോട്ട് പോയതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് ശരി, അതിപ്പോ വീണ്ടും വഴക്കായില്ലേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അത് ഞങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ചേട്ടൻ വന്നത്. അവൻ അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് പോയി. അവളെ അവരെന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയുണ്ടെന്ന് ഹരീഷും. ആ ഫാമിലി ശരിയല്ല സുഭാഷേട്ടാ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ കേറി അങ്ങ് തല്ലാൻ വരും. പോരാത്തതിന് വായിന്ന് വരുന്ന വാക്കുകളോ അതിനേക്കാൾ മോശമെന്ന് സുധീഷ് പറയേ. എടാ, നാളെ നിങ്ങൾ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ, അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങളെ എന്ന് സുഭാഷേട്ടൻ അവരെ വഴക്ക് പറയുക. അച്ഛൻ അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് റേഡിയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കിളിക്കൂടിന്റെ ഗേറ്റ് തുറന്ന് ബാഗും തൂക്കി നീതു അങ്ങോട്ട് നടന്നു വരുന്നത്. അവളെ കണ്ട അച്ഛൻ അമ്പരപ്പോടെ നോക്കിയിരിക്കെ സുധീഷും അവൾ വരുന്നത് ഹരീഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവൾ ബാഗും തൂക്കി വരുന്നത് പരിഭ്രമത്തോടെ നോക്കിയിരിക്കെ അച്ഛന് നേരെ കൈ ഉയർത്തി ഹായ് സീനിയർ എന്ന് നീതു വിളിക്കെ ഹലോ ജൂനിയർ എന്ന് അച്ഛനും വിളിക്കുന്നുണ്ട്. അവൾ ഒരു പുഞ്ചിരിയോടെ ഹാളിലേക്ക് കയറി വരുമ്പോഴേക്കും എല്ലാവരും അങ്കലപ്പോടെ നോക്കി നിൽപ്പാ. നീതു എല്ലാവരെയും നോക്കി ബാഗ് അങ്ങോട്ട് വെച്ച് ഒരു കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും എന്താ നീതു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും നീതു ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിപ്പാ. സുഭാഷേട്ടനും പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചാ മോളെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. അവിടെ വന്ന് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിനെ ഞാൻ ഇവരെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വീട്ടില് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മോളെ എന്നൊക്കെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിലും നീ ഇതൊന്നും മിണ്ടാതെ ഇരിക്കുക. അല്ല, ഇതെന്താ ബാഗൊക്കെ ആയിട്ട് എന്ന് നികേഷ് ചോദിക്കേ. അത് ശരിയാണല്ലോ, ഇതെന്താ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നെന്ന് സുധീഷും ചോദിക്കുക. എടി, എന്താ അവിടെ പ്രശ്നമെന്ന് ഹരീഷ് ചോദിക്കേ. നീതു പറയുന്നുണ്ട്, ഹരീഷേ നീ പോയതിനു ശേഷം വീട്ടിൽ വലിയ സീനായി. സീൻ എന്ന് പറഞ്ഞ ഒരു കൊലപാതക വൈബ്. അമ്മയും കൂടി ജോയിൻ ചെയ്തതോടെ അത് പവറായി. രണ്ടും കൂടി അങ്ങ് അടി തുടങ്ങി എന്നവൾ പറയുന്നത് അടിച്ചോ എന്ന് ഹരീഷും ചോദിക്കുക. അവർക്കതല്ലേ അറിയുള്ളൂ എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ലെന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. അത് വിടേച്ചി, അവിടെ അതൊക്കെ നോർമലാ, ട്യൂണ്ടായി. ഇത്തവണ പക്ഷേ ഇച്ചിരി ഓവറായി പോയി. അച്ഛൻ 2 ഓപ്ഷൻ വെച്ചു, ഒന്നുകിൽ വീട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഹരീഷുമായിട്ടുള്ള എല്ലാ റിലേഷനും അവസാനിപ്പിക്കണം. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു എന്ന് നീതു പറയുന്നതുകൾക്ക് നികേഷും ഹരീഷിന് ഷെയ്ക്ക് ഹാൻഡ് നൽകി കൺഗ്രാസ് പറയുന്നുണ്ട്. ഇനി മുതലേ ഞാൻ ഇവിടെയാ താമസിക്കാൻ പോണേ എന്നവൾ സന്തോഷത്തോടെ പറയാം. എടി, നീ എന്തീ പറയണേ എന്ന് പരിഭ്രമത്തോടെ ഹരീഷും ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ, നീ വേണോ അവർ വേണോന്ന് ഓപ്ഷൻ ഞാൻ നീ എന്ന കുളത്തിൽ ടിക്ക് ചെയ്തു. ഇതിനു മേലെ അവിടെ പോയി അടി വാങ്ങാൻ എനിക്ക് വയ്യ. ഇനി ചെന്നാലും കേറ്റാനും പോകുന്നില്ല. അപ്പോ ബെറ്റർ ഇവിടെ കൂടുന്നതല്ലേ എന്നവൾ പറയുന്നത് കേൾക്കെ. ശരിക്കും ഇവിടെ കഴിയാൻ പോവാണോ എന്ന് നികേഷൻ ചോദിക്കുന്നു. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ബ്രോ എന്ന് നീതു പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ അതെ, അത് തന്നെയാ കറക്റ്റ് എന്ന് സുധീഷും പറയുന്നുണ്ട്. നീതു ദേഷ്യത്തോടെ സുധീഷിനൊക്കെ എടാ ഹരീഷേ, ഇനി നോക്കാനൊന്നുമില്ല, നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഈ കെട്ടങ്ങ് നടത്താം
എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നീതുവിനും സന്തോഷമാവുകയാ. അല്ല, നീതുവിനെ ഇവിടെ കഴിയുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ലെന്ന് പുഞ്ചിരിയോടെ അവളും. എന്നാ ഓക്കെ, എടാ വേഗം പോയി റെഡിയായി വന്നേ എന്ന് സുധീഷ് പറയേ. എന്തിന് എന്ന് ഹരീഷ്. എടാ കല്യാണത്തിന് എന്ന് സുധീഷ് പറയേ. സുഭാഷ് ഏട്ടാ എന്ന് പരിഭ്രമത്തോടെ ഹരീഷ് വിളിക്കുന്നുണ്ട്. സുഭാഷും സുധീഷിനോടായി എടാ സുധീഷേ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ല വേണ്ടതെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അയ്യോ സുഭാഷ് ഏട്ടാ, ഇതിനകത്ത് എന്ത് എടുത്തു ചാട്ടാ, ഇതല്ലേ വയസ്സായിട്ടുള്ള ഡെസിഷൻ. നീതു വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങിപ്പോന്നു. ഇവിടെ താമസിപ്പിക്കുന്നതിന് മുന്നേ കല്യാണം കഴിക്കല്ലേ വേണ്ടത്, അതല്ലേ അതിന്റെ ഒരു രീതി എന്ന് സുധീഷ് ചോദിക്കേ. നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കേ എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷും നിധുവിനോടായി മോളെ നീതു നീ ഒന്ന് അകത്തിരിക്കേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നിധി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന് പറയേ. നിധി അവളെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. ഹരീഷിനെ സുധീഷ് ചിരിയോടെ നോക്കുമ്പോഴേക്കും ഇയാൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കെട്ടാൻ നോക്കടാ എന്ന് സുധീഷും. നിധു റൂമിലെ കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി പുറത്തിറങ്ങി പോവുകയാണ്. സുഭാഷും സുധീഷിനോടായി ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കേ. എന്ത് ചെയ്യാൻ, ബാഗും എടുത്ത് വീട്ടിലേക്ക് വന്ന പെണ്ണിനെ തിരിച്ചയക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതും വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി വന്ന ഒരാള് എന്ന് സുധീഷ് പറയേ. ഇവിടേക്ക് വന്ന എല്ലാവരുടെയും വീട്ടുകാരെ പ്രശ്നമാണല്ലോ. ഏടത്തിയുടെ വീട്, സുനന്ദേച്ചിയുടെ വീട്, ഇപ്പൊ നീതുവിന്റെ വീട്, എല്ലാരുമായിട്ട് നമ്മൾ അടി മാത്രം വാവ് എന്ന് നികേഷ് പറയുന്നുണ്ട്. തിരിച്ചയക്കാൻ പറ്റില്ലെന്നത് ഇരിക്കട്ടെ, പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ താമസിപ്പിക്കും എന്ന് സുഭാഷ് ടെൻഷനോട് ചോദിക്കേ. അതെ, ഇവിടെ താമസിപ്പിച്ചാലും അവളുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കാൻ വരും എന്ന് നിധിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ കെട്ടിക്കാൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും അവനെ അമ്പരപ്പോടെ നോക്കി നിൽപ്പാ. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്, അവള് തീരുമാനമെടുത്ത് ഇറങ്ങി പോകുന്നതല്ലേ. ഹരീഷിന് അവളെ ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മളെ കൂടെ നിന്ന് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എടാ അങ്ങനെ എടുപിടിന്ന് കല്യാണം നടത്താൻ പറ്റും എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട് നീ ഇത് ചെറിയ കുട്ടിയാ. ഹരീഷും കല്യാണത്തിന് റെഡിയാണോ എന്നറിയില്ല. രണ്ടുപേരും ഇപ്പോഴാ പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല എന്നവൾ പറയേ. സുധീഷും പറയുക വേറെ ആരും വേണ്ട, ഹരീഷ് മാത്രം മതിയെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ. അതിൽ കൂടുതൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സുഭാഷ് ഏട്ടാ? ഹരീഷിനെ മനസ്സിലാക്കിയിട്ടല്ലേ അവൾ ഇറങ്ങി വന്നത്, അപ്പൊ രണ്ടുപേരെയും കെട്ടിച്ചു വിടുന്നതല്ലേ അതിന്റെ ശരി എന്ന് സുധീഷ് ചോദിക്കുക. നിധിയും പറയുന്നുണ്ട് അതങ്ങനെയല്ല, നീതു ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല. വീട്ടുകാരവളെ തല്ലിയപ്പോ അവൾക്ക് ദേഷ്യം വന്നു. ഒരു ഓപ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവൾക്ക് വാശി കയറി എടുത്ത തീരുമാനമായി ഇത്, അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനമെടുത്ത് വന്നതൊന്നുമല്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന. സുധീഷും ശരി സമ്മതിച്ചു, പക്ഷെ ഇവിടെ നിർത്തണമെങ്കിൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചല്ലേ പറ്റൂ എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കേ. ഹരീഷേ നിന്റെ അഭിപ്രായം എന്താന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. ഹരീഷും പരങ്ങളോടെ അല്ല അത് ഇപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്ന് പറയാ. പറഞ്ഞാലെന്താ എടാ, വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കാൻ നോക്കാതെ നീ വേഗം കെട്ടാൻ നോക്ക്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് സന്തോഷത്തോടെ സുധീഷ് പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കുക, എല്ലാത്തിനും പരിഹാരം കല്യാണമാണെന്ന് വിചാരിക്കരുത് എന്ന് വഴക്കു പറയുന്നുണ്ട്. വേറെന്താ പരിഹാരമുള്ളത് അത് പറ. അവളെ വെറുതെ നമുക്ക് ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ? നാളെ അവളുടെ പാരന്റ്സ് വന്ന് എന്റെ മോളെ കടത്തിക്കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊരു പരാതി കൊടുത്താലേ പോലീസ് വന്ന് അവളെ പിടിച്ചോണ്ടങ്ങ് പോവും. കൊണ്ടുപോയി അവര് വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിച്ചേ? ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന ടോർച്ചർ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു സേവ് ഉണ്ട്, ഇവിടെ നിർത്താൻ നമുക്കൊരു കാരണം പറയാം എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് നീ എന്താ ഹരീഷെ പറയുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അത് ഞാനത് എന്ന് പറഞ്ഞ് ഹരീഷ് പരിഭ്രമത്തോടെ നിൽക്കെ. എടാ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയടാ എന്ന് സുധീഷ് ഏട്ടൻ പറയുന്നതുകൾക്ക്. സുധീഷ് ഏട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുന്നുണ്ട്. എന്തിന് എന്ന് സുധീഷ് ചോദിക്കെ. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ ഹരീഷും. അവൻ സുധീഷിനെ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഉമ്മറത്തെ കട്ടിലിരിക്കുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷേട്ടൻ എന്താ ഈ കല്യാണം കല്യാണം എന്ന് മാത്രം പറയണേ, വേറൊരു ഓപ്ഷനും ഇല്ലേന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എടാ പൊട്ട, അതല്ലേ ഞാൻ അകത്ത് വെച്ച് മലയാളത്തിൽ പറഞ്ഞേ, നീതു വീട് വിട്ട് ഇറങ്ങി പോന്നില്ലേ, ഇനി നമുക്ക് എന്ത് ഓപ്ഷനാ ഉള്ളത്? എടാ അത് ചെയ്യാതെ അവൾ ഇവിടെ ഇരിക്കുന്നതാണ് ആപത്ത്, മനസ്സിലായോ? ഇനി കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പോലീസ് കേസ് പോട്ടെ, കോടതിയിൽ നിന്റെ കൂടെ പോണെന്ന് പറഞ്ഞാ കോടതി എന്ന് സമ്മതിക്കും. പക്ഷേ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെയും അവളുടെ പാരന്റ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വാ നമുക്ക് അടച്ചു വെക്കാൻ പറ്റും എന്നൊക്കെ സുധീഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും ഹരീഷ് ആലോചനയോടെ നിൽപ്പാ. എടാ ഹരീഷേ എന്തുവാടാ ഈ ആലോചിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുന്നതിലേക്ക് അവരെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.